നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, അത് തന്നെയാണ്. അതായത് മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിന് തിയേറ്ററുകാർ അല്ലെങ്കിൽ ഷോസിന്റെ എണ്ണം വളരെ കാര്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ കിട്ടുന്ന കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് റിലീസ് ചെയ്തതിനേക്കാൾ കുറവിലേക്ക് ചിത്രങ്ങളുടെ ഷോസിന്റെ എണ്ണം പോയിരിക്കുന്നു. സാധാരണ രീതിയിൽ അങ്ങനെ നോർമലായിട്ട് സംഭവിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും റിലീസ് ചെയ്തത് 200ഓളം സ്ക്രീനുകളിലാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് എത്തിയപ്പോഴേക്കും 225 സ്ക്രീനുകളിലേക്ക് ഷോസിന്റെ എണ്ണം കൂടുന്നത് കാണാൻ സാധിച്ചിരുന്നു. അതാണ് ശനിയാഴ്ചത്തേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഇടിവ് അവിടെ കാണാൻ സാധിക്കുന്നത്. 200ൽ നിന്നും താഴോട്ട് പോയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷോസിന്റെ എണ്ണം എന്നുള്ളതാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ദിവസം കുറച്ചുകൂടി ഷോസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെന്തായാലും നാളെ അപ്ഡേഷൻ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അത് കൂടുതലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ടും ഇടാം. ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഷോസിന്റെ എണ്ണം ഇന്നലെ ഓടിയ ഷോസും ശനിയാഴ്ച ഓടിയ ഷോസും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഓടിയ ഷോസും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കമന്റുകളും ലൈക്കുകളും നിങ്ങൾ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കൊച്ചിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ വെള്ളിയാഴ്ച വെറും 25.25% ഒക്യുപ്പൻസി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, 112 ഷോ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നിന്ന് ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ 82 ഷോ ആയിട്ട് എണ്ണം കുറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 30 ഷോസിന്റെ എണ്ണമാണ്, 30 അല്ലേ, 30 ഷോസിന്റെ എണ്ണമാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് 30 ഷോസ് കൊച്ചിയിൽ നിന്ന് മാത്രമായിട്ട് ഇടിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ അത്രയും ഷോ കുറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ ഗംഭീരമായിട്ടുള്ള സാമ്പത്തിക ഇടിവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 30 ഷോയും കൊച്ചിയിലെ പൈസയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട വരും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ ഷോസ് കുറഞ്ഞിരിക്കുന്നതെല്ലാം പകൽ സമയത്തുള്ള ഷോസാണ്. നൈറ്റ് ഷോസിന്റെ എണ്ണം കുറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് നൈറ്റ് ഷോസിനാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണാൻ പറ്റില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്ത തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അങ്ങനെ വലിയ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. വെറും 14.25% മാത്രമായിരുന്നു വെള്ളിയാഴ്ചത്തെ ഒക്യുപ്പൻസി എന്നുണ്ടെങ്കിൽ പോലും 76 തിയേറ്റർ ഷോസാണ് വെള്ളിയാഴ്ച ചിത്രം ഓടിയത് എന്നുണ്ടെങ്കിൽ 75 ഷോ ആയിട്ടാണ് ശനിയാഴ്ച ചിത്രം അവിടെ ഓടിയത്. ഒരു ഷോയിന്റെ ഇടിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് ഓക്കെ എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് 66 ഷോയാണ് വെള്ളിയാഴ്ച ഓടിയത്. 15.33% മാത്രമായിരുന്നു ഒക്യുപ്പൻസി ഉണ്ടായിരുന്നത്. അത് ശനിയാഴ്ചയ്ക്ക് വരുമ്പോൾ 3 ഷോസിന്റെ ഇടിവ് അവിടെ കാണാൻ സാധിക്കും. 63 ഷോ മാത്രമാണ് ശനിയാഴ്ച കോഴിക്കോട് പടം ഓടിയത്. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് വലിയ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഷോസിന്റെ എണ്ണം കുറഞ്ഞ സമയത്ത് തൃശ്ശൂർ ഷോസിന്റെ എണ്ണം കൂടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവർ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഡീഗ്രേഡിങ്ങിൽ വിശ്വസിക്കുന്നില്ലെന്നോ നമുക്ക് പറയേണ്ടി വരും. തൃശ്ശൂര് വെള്ളിയാഴ്ച 33.50 ഒക്യുപ്പൻസി കാണിച്ചിരുന്നത്. 36 ഷോ ആയിരുന്നു അവിടെ ഓടിക്കൊണ്ടിരുന്നത്. അത് 36ൽ നിന്ന് ശനിയാഴ്ചയിലേക്ക് വന്നപ്പോൾ 40 ഉയർന്നിട്ടുണ്ട്. 4 ഷോസിന്റെ അധികം. അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് 1 കുറഞ്ഞു, കോഴിക്കോട് 3 കുറഞ്ഞു എന്ന് പറയുമ്പോൾ മൊത്തം 4 ഷോസാണ് കോഴിക്കോടും തിരുവനന്തപുരമായിട്ട് കുറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ 4 ഷോസിനെ തിരിച്ചു പിടിക്കാൻ തൃശ്ശൂർ എന്ന് പറയുന്ന ഒറ്റ ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബരാബർ ആയിട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. കൊല്ലത്തേക്ക് വരുന്ന സമയത്ത് വലിയ ഒരു ഇടിവ് കൊല്ലത്ത് കാണാൻ സാധിക്കും. കൊല്ലത്ത് വെള്ളിയാഴ്ച 18% മാത്രമായിരുന്നു ഒക്യുപ്പൻസി കാണിച്ചത്. ആ ഒരു 18% എഫക്റ്റ് ആയിരിക്കാം 31 ഷോസിൽ നിന്ന് 21 ഷോ ആയിട്ട് കൊല്ലത്ത് ഷോസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ഷോസിന്റെ എണ്ണമാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ 30 കുറഞ്ഞപ്പോൾ കൊല്ലത്ത് 10 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം 40 ഷോ ഇപ്പോൾ കുറവ് കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരവും കോഴിക്കോടും തൃശ്ശൂരും വെച്ച് കൂട്ടുമ്പോൾ അത് എല്ലാം കൂടി കൂട്ടി 0 ആയിട്ട് പോയതുകൊണ്ട് അത് കാട്ടിക്കളയാം. അടുത്തത് കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് 23.25% കോട്ടയത്ത് വെള്ളിയാഴ്ച ചിത്രത്തിന്റെ ഒക്യുപ്പൻസി എന്നുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ 12 ഷോയിൽ നിന്ന് 1 ഷോ കുറച്ച് 11ലേക്ക് കോട്ടയത്തേക്ക് ഷോ മാറിയിട്ടുണ്ട്. കോട്ടയത്ത് അതൊരു ഇടിവ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം
കാരണം സാധാരണയായിട്ട് കോട്ടയത്തൊക്കെ എല്ലാ സിനിമകളും ഇപ്പോൾ മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ഒക്കെ ആയാലും സിനിമകൾ കിട്ടുന്നത് ഈ പറഞ്ഞ മാതിരി 11 ഷോ 12 ഷോ ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇടിവ് അവിടെ ഒരു വലിയ കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും മൊത്തം നോക്കുന്ന സമയത്ത് 41 ഷോസിന്റെ കുറവാണ് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് ആലപ്പുഴയിൽ 17% ഒക്യുപ്പൻസി വെള്ളിയാഴ്ചത്തേത് ഉണ്ടായിരുന്നത്. ആ ഒരു 17% ഒക്യുപ്പൻസി കാരണമായിരിക്കാം 24 ഷോ ഉണ്ടായിരുന്നത് 7 ഷോ കുറച്ച് 17 ഷോയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആലപ്പുഴയിൽ 7 ഷോസിന്റെ കുറവ് വന്നിട്ടുണ്ട്, കോട്ടയത്ത് 1 ഷോയുടെ കുറവ് വന്നിട്ടുണ്ട്, കൊല്ലത്ത് 10 ഷോസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ 30 ഷോസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മൊത്തം 48 ഷോസിന്റെ എണ്ണം നമുക്ക് ലഭ്യമാകുന്ന ഈ ഒരു കണക്കിൽ തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാവാത്ത മറ്റു സ്ഥലങ്ങളിലെ റേറ്റ് കൂടി നോക്കുന്ന സമയത്ത് എത്രത്തോളം മാറ്റമുണ്ടാകാം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കാം ഈ കളക്ഷൻ കുറയുന്നതിന്റെയും കാരണം. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എടുത്തു പറയണം, തൃശ്ശൂർ 4 ഷോസ് കൂടിയിട്ടുണ്ട്. അതൊരിക്കൽ കൂടി എടുത്തു ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത്രയും ഷോസിന്റെ എണ്ണം കുറയുന്നതിന്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആളുകൾ എത്താൻ മടിക്കുന്നു എന്നുള്ളത്. ആളുകൾ എത്താൻ മടിക്കുന്നു എന്നുള്ളതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് സിനിമ മോശമായതുകൊണ്ടല്ല, സിനിമ നല്ല സിനിമയാണ്. റിവ്യൂ മോശമായതുകൊണ്ടല്ല, സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട്. മൗത്ത് പബ്ലിസിറ്റി കുറവായതുകൊണ്ടല്ല, മൗത്ത് പബ്ലിസിറ്റി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ മൗത്ത് പബ്ലിസിറ്റി ജനങ്ങളിലേക്ക് എത്താനായിട്ട് സമയമെടുക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കിട്ടി സിനിമ ഒരു 2ാം വാരമോ 3ാം വാരമോ തിരിച്ചു കയറുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇടിവ് കാണിക്കുന്നത് സിനിമയുടെ പബ്ലിസിറ്റി ഇല്ലായ്മ തന്നെയാണ്. ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എന്നിരുന്നാൽ പോലും ഈ പോകുന്ന ഒരു പോക്ക് വെച്ചിട്ട് ഒരു 25 മുതൽ 30 കോടി രൂപ വരെ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് സിനിമയെ സംബന്ധിച്ച് ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു കളക്ഷനാണ്. കാരണം വളരെ ചെറിയ ബഡ്ജറ്റിലാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. മമ്മൂട്ടി തന്നെ നായകനായിട്ട് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണെന്നു എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 കോടി രൂപ റേഞ്ചിലായിരിക്കും ബഡ്ജറ്റ് വന്നിരിക്കുക. പുറത്ത് കാണിക്കുന്ന ബഡ്ജറ്റ് 10-12 ഒക്കെ ആണെങ്കിൽ അത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കും. എന്ത് തന്നെയായാലും ആ ഒരു ഇടിവ്, ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ എത്ര ഇടിവ് ഉണ്ട് എന്നുണ്ടെങ്കിലും പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. അപ്പോൾ പ്രൊമോഷന്റെ കാശ് അവിടെ ലാഭമാണ് എന്നുണ്ടെങ്കിലും ഒരു 2 കോടി രൂപ മുടക്കിയിട്ട് അതിനൊരു പ്രൊമോഷൻ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ 2 കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഈ പറഞ്ഞ 30 കോടിയുടെ സ്ഥാനത്ത് മറ്റൊരു 50 കോടി മമ്മൂട്ടി ചിത്രമായിട്ട് ഈ സിനിമ മാറിയാണ്. ഈ സിനിമ 50 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ 50 എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടായിരിക്കും തമ്പനയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നീ പുറത്ത് പറയുന്നത് വേറെ അകത്ത് പറയുന്നത് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വരും. നീ പുറത്ത് പറഞ്ഞ സംഭവം മാത്രം കണ്ടുകൊണ്ട് താഴെ വന്നിട്ട് വീഡിയോ തുടങ്ങുന്നത് പോലും കാണാതെ തെറി വിളിച്ചിട്ട് പോകുന്ന ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും വലിയ വലിയ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സിനിമ ഇനി തിരിച്ചു കയറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമ തിരിച്ചു കയറിയാൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാനുള്ള കണ്ടന്റ് ഉണ്ടാവുള്ളൂ. സിനിമ ഹിറ്റായാൽ മാത്രമേ വീഡിയോ ഇടാനുള്ള കണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ. അത് മനസ്സിലാക്കാതെ പലരും വന്നിട്ട് താഴെ കമന്റ് ചെയ്യുന്നത് കാണാം. മറ്റുള്ള പല യൂട്യൂബർമാരും നിങ്ങൾക്കറിയാം സിനിമ നെഗറ്റീവ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്. നമ്മളങ്ങനെ വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഞാനൊരു സിനിമാ പ്രവർത്തനമായതുകൊണ്ടാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് സിനിമ ഹിറ്റായാൽ മാത്രമേ വീഡിയോസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ റിവ്യൂ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, സിനിമയുടെ എല്ലാവിധ മേഖലകളിലെയും കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പടം ഹിറ്റായാൽ മാത്രമേ ആ പടത്തെക്കുറിച്ചിടുന്ന വീഡിയോയ്ക്ക് കാണാൻ ആളുണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. പടം ഹിറ്റാവട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം.